എറണാകുളം സൗത്തിൽ കാർ നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചു കയറി. എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തു നിന്നും വന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്നലെ രാത്രി 12 മണിയോടെയായിരുന്നു അപകടം. 4 പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. തിങ്കളാഴ്ച പുലർച്ചെയാണ് ഈ ഒരു അപകടം നടക്കുന്നത്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ദിശയിൽ നിന്നും വന്ന വാഹനം നിയന്ത്രണം വിട്ട് ഈ കാണുന്ന കടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അമിത വേഗതയിലായിരുന്നു ഈ കാറ് എത്തിയത് എന്നാണ് പരിസരവാസികളും ദൃക്സാക്ഷികളുമായിട്ടുള്ളവർ പറയുന്നത്. സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അൺകൺട്രോൾഡ് ആയിട്ടുള്ള സ്പീഡിലാണ് വന്നത്. ഈവൻ വളവ് കണ്ടിട്ടില്ല. ഈ പറയുന്ന ഒരു ഏരിയ കാണാൻ ചാൻസ് ഇല്ല അത്രയും സ്പീഡ് വന്നു കഴിഞ്ഞാൽ. കാരണം ഇവിടുന്ന് അവിടെ കാണാത്തതുകൊണ്ട് ഡ്രിഫ്റ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ കൺട്രോൾ ഇല്ലാതെ നേരെ ഇടിച്ചു കയറിയത്. 4 പേരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. 4 പേരും ഇപ്പോൾ ചെറിയ പരിക്കുകളോടെ ആശുപത്രിയിലേക്ക് മാറ്റിയെന്നുള്ളൊരു വിവരവും ലഭിക്കുന്നുണ്ട്. ഈ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ സമീപത്തുള്ള സൗത്ത് പാലത്തിന് താഴെയാണ് ഈ ഒരു അപകടം നടന്നിരിക്കുന്നത്. നമുക്ക് വളവ് ശ്രദ്ധയിൽപ്പെടാനാൽ തന്നെ നിയന്ത്രണം വിട്ട് പെട്ടെന്ന് അത് ഒഴിവാക്കുന്നതിന്റെ ശ്രമത്തിനിടയിലാണ് വാഹനം ഈ ഒരു കടമുറിയിലേക്ക് ഇടിച്ചു കയറിയത്. ഇത് എറണാകുളം കൊച്ചിൻ കോർപ്പറേഷന്റെ ഉടമസ്ഥയിലുള്ള കെട്ടിടങ്ങളാണ്. വർഷങ്ങളായി ഇപ്പോൾ പൂട്ടിക്കിടക്കുന്ന കെട്ടിടമാണ്. 12 മണിയൊക്കെയാണ് ഒച്ച കേട്ടിട്ടാ പുറത്തേക്ക് വന്നപ്പോൾ ഈ കാറ് ഇതിനകത്ത് കയറിയിരിക്കുക. സാധാരണ വണ്ടികൾ തന്നെ ഇപ്പൊ ഭയങ്കര സ്പീഡിലാണ് വരണം. ഇവിടെ ഒരു ഇതില്ല, തടയില്ല, ഹമ്പൊന്നുമില്ല. പതിവായി ഇത്തരം ഈ അമിത വേഗതയിൽ ഇവിടെ ഒരു വളവ് പ്രശ്നമാകുന്നു എന്ന തരത്തിൽ ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നുണ്ട്. ഏതായാലും ഇന്നലെ രാത്രി നടന്ന അപകടത്തിൽ ഈ ഡ്രൈവർക്ക് സാരമായിട്ടുള്ള പരിക്ക് ഏറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ദൃക്സാക്ഷി നമ്മളോട് പറയുന്നത്. വായിൽ നിന്നും രക്തം വരുന്ന നിലയിലായിരുന്നു ഇവിടെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അയാളുടെ നില. ഏതായാലും കോട്ടയം രജിസ്ട്രേഷനുള്ള വാഹനമാണ്. ഒരു അമിത വേഗതയിൽ വന്നതിനെ തുടർന്നുണ്ടായ അപകടം എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ പറയുന്നത്.